ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത്. പറഞ്ഞ മനസ്സിലായോ? ആഹാ, വിഷുമോനോ പതിവില്ല, എന്താ ഈ വഴിക്ക്? ചിറ്റപ്പൻ എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ജീപ്പിൽ വെച്ചിരിക്കുകയാണോ? ഞങ്ങൾക്കായിട്ട് തന്നത് മുഴുവൻ ചിറ്റപ്പനല്ലേ. ചിറ്റപ്പനൊന്ന് അറിഞ്ഞു തന്നതിൻ്റെ അന്താളിപ്പിൽ നിൽക്കുക ഞങ്ങളുടെ കുടുംബം. അറിഞ്ഞു തന്നെങ്കിൽ അത് അറിയേണ്ട ആൾക്കാരെ അറിയേണ്ടതുപോലെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നെ കാണാൻ അച്ഛൻ പറഞ്ഞു വിട്ടതാണോ അതോ അമ്മ പറഞ്ഞു വിട്ടതാണോ? പറഞ്ഞു വിട്ടതിലല്ലല്ലോ കാര്യം, പറയാൻ വന്നതിലല്ലേ. അത് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടേ പോവും. അപ്പൊ മകൻ മുടയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? എടാ മാറ്റി ജോർജ്, ഇത് എന്റെ ചേട്ടന്റെ മോനാ. ഒരു കാലത്ത് കുറച്ച് ചട്ടമ്പിത്തരമൊക്കെ ഉണ്ടായിരുന്നു കയ്യില്. ഈ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടേ പാവപ്പെട്ടവന്റെ കൊങ്ങാക്കി പിടിച്ച് തിരിച്ചു വാങ്ങിക്കുന്ന പണിയേ, അതായിരുന്നു ലൈൻ. നിനക്കൊക്കെ വല്ലതും മനസ്സിലായോ? ഇത്തരം ചില്ലറ പരിപാടികളൊന്നും യുവന്മാർക്ക് മനസ്സിലാകത്തില്ല. എന്റെ വിഷ്ണു, അതിപ്പോ യോമാനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലക്ഷങ്ങൾ കോടികളാക്കുന്ന കള്ള കറൻസിയുടെ കച്ചവടവും ഈട്ടിയും തേക്കും ചന്ദനവും പിന്നെ മാഞ്ചിയും അതിനുള്ളിൽ കൂടിയ ഇനം കിടത്തുന്ന കാര്യങ്ങളൊക്കെ യവന്മാർക്ക് അറിയൂ. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാ, എപ്പോ തപ്പിയാലും യവന്മാർ അരയിലൊരു ടൂൾസ് കാണും. അതിപ്പോ കൈപ്പത്തിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന കുട്ടി റിവോൾവർ മുതൽ കുലം മുടിക്കുന്ന AK-47 വരെ കാണും. പക്ഷെ പുറത്തെടുക്കില്ല. അതിന് പറ്റിയ തണ്ടും തരവുള്ളവരെ മുട്ടാൻ കിട്ടണ്ടേ കേരളത്തില്? അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാവന്മാർക്ക് മടുപ്പാ. ശരീരം അനങ്ങാത്തോണ്ട് വെറുതെ ഇരുന്ന് പിത്തം പിടിക്കുമെന്നാ അവന്മാര് പറയുന്നത്. എന്തായാലും കാണാൻ കഴിഞ്ഞാല് വലിയ സന്തോഷം. പിന്നെ എനിക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോ നിങ്ങൾ എനിക്ക് ധൈര്യമായിട്ട് വിളിക്കാമല്ലോ. പിന്നെ ഉള്ളത് പറയാലോ, എന്റെ കയ്യിൽ എവിടെ പോയാലും ഒരു മുട്ടുസൂചി പോലും ടൂളായിട്ടുണ്ടാവില്ല. കാരണം ടൂളിന്റെ ബലത്തിലല്ല വിഷ്ണു നടക്കുന്നേ, തണ്ടലിന്റെ ബലത്തിലാ.